ഇത് നല്ല നേരം വൈകിട്ടാണ് എണീറ്റ് ഒരു 6:30 6:45 എന്തായാലും ആയിട്ടുണ്ടാവും. പക്ഷേ കുട്ടാ അവിടുന്ന് ക്ലാസ് ഇല്ല, അതൊരു സമാധാനം. അതിൻ്റെ ഒരു ഓട്ടപ്പടിച്ചിലുണ്ടാവില്ല. പക്ഷേ ഡേ കെയറിലേക്ക് പോകണം, അപ്പോൾ ലഞ്ചൊക്കെ ആക്കിയിട്ട് തന്നെ വേണം പോകാനായിട്ട്. എഴുന്നേറ്റപ്പാടെ തന്നെ കിച്ചണിൽ കയറി ഒരു വിധം സെറ്റാക്കിയിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പണി നമുക്കിവിടെ ഇല്ല. പക്ഷേ ഇന്ന് സാമ്പാറാണ് വെച്ചത്. അപ്പോൾ കുട്ടാപ്പിന് സാമ്പാറുണ്ടെങ്കിൽ ദോശ മസ്റ്റാണ്. അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കണം. ഈ ഒരു ചോപ്പറുള്ള കാരണം സമയമില്ലെങ്കിലും നമുക്ക് ക്യാബേജ് അരിയാനായിട്ട് എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഈ ചോപ്പറുള്ള കാരണമാണ് എനിക്ക് ആ ടൈമിൽ ക്യാബേജ് ഉപ്പേരിയൊക്കെ എനിക്ക് ശരിക്കും ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ ദോശ ഉണ്ടാക്കുകയാണ്. കുട്ടാപ്പിന് ദോശയിൽ നെയ്യ് കൂടുതൽ ഇടുന്നതൊന്നും ഇഷ്ടമില്ല. കുട്ടാപ്പ് എഴുന്നേറ്റുണ്ടെങ്കിൽ പിന്നെ വീഡിയോ എടുക്കലൊന്നും നടക്കില്ല. അത് കാരണം ഈ വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നത് കുട്ടാപ്പ് എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫ്രഷ് ആയി കഴിഞ്ഞ് പോകുന്ന സമയത്താണ് കേട്ടോ. കാരണം അവൻ്റെ പിന്നാലെ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ അവൻ്റെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവൻ്റെ പ്ലേറ്റിൽ തന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാമ്പാറും നല്ല മൊരിഞ്ഞ ദോശയും തന്നെ കുട്ടാപ്പിന് വേണം, നല്ല നിർബന്ധമാണ് കേട്ടോ. അതേ പോവാറായിട്ട് നിൽക്കുകയാണ്. സാവിച്ചേട്ടൻ പനിയായി കാനൊന്നും വർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സാവിച്ചേട്ടനാണ് കുട്ടാപ്പിനെ ഡേ കെയറിലേക്ക് കൊണ്ടുവന്നാക്കണേ. അപ്പോൾ ഞാൻ കൊണ്ടുവന്നാക്കാത്തതിൻ്റെ ഒരു വിഷമവും അതിൻ്റെ സങ്കടം പറച്ചിലൊക്കെയാണ് കേട്ടോ ഈ ഉമ്മ വയ്ക്കലിലൂടെ പറയണത്. അങ്ങനത്തൊക്കെ കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ട് ഞാൻ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ലഞ്ച് കൊണ്ടുപോകണം നമുക്ക് ജോലിക്കും. അങ്ങനെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ സാവിച്ചേട്ടുള്ള കാരണം ഇന്ന് ഞാൻ വണ്ടി എടുക്കണില്ല, സാവിച്ചേട്ടൻ തന്നെയാണ് കൊണ്ടുവന്നാക്കുന്നത്. നമുക്ക് അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ട് നമ്മൾ ഇറങ്ങാനായിട്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ